അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപ്പുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ. നമ്മൾ 12ാമത് എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. നിലയ്ക്കലിലെ വിഷയങ്ങൾ ഏകദേശം എല്ലാം തന്നെ നമുക്ക് വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. സ്വാമിമാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും നമുക്ക് മനസ്സിലായി. അവിടെ നിന്ന് നമ്മൾ പമ്പയിലെത്തി. പമ്പയിലെ ഇന്നത്തെ സ്ഥിതി എന്ത്? വിശ്രമിക്കാനുള്ള സ്ഥലമില്ല. വിശ്രമിക്കാനുണ്ടായിരുന്ന മണ്ഡപങ്ങളെല്ലാം, രാമമണ്ഡപം ഉൾപ്പെടെ ഏതാണ്ട് 10,000 പേർക്ക് വിശ്രമിക്കാൻ കഴിയുമായിരുന്ന ആ വലിയ മണ്ഡപം വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും അടിയോടെ ഒഴുകിപ്പോയി. ഇപ്പോൾ സന്നിധാനത്തേക്കുള്ള യാത്രയിൽ പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന നിലയിൽ അത്രമാത്രം വൈഷമ്യമേറിയതാണ് പമ്പയിലെ സൗകര്യങ്ങൾ. പമ്പയിലെത്തുന്ന ആളുകൾ ബലിയിട്ടേ പറ്റൂ. ആ ബലിയിടുന്നത് എന്തിനു വേണ്ടി എന്ന് നമ്മൾ വീരമണികണ്ഠൻ്റെ കാലഘട്ടത്തിലും ചൂണ്ടിക്കാണിച്ചതാണ്. എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാനം? തങ്ങളുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ട ആളുകൾക്ക് മുഴുവനും നിത്യശാന്തി ലഭിക്കുന്നതിനു വേണ്ടി, ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നതിനു വേണ്ടി അവരുടെ ആത്മാവിന് ചെയ്യുന്ന പുണ്യകർമ്മമാണ് പമ്പ ബലി. പമ്പയിലെ ആ ബലി ആദ്യം തുടങ്ങി വച്ചത് സ്വാമി അയ്യപ്പനാണ് എന്ന് നമ്മൾ അറിയുക. സ്വാമി അയ്യപ്പൻ്റെ സന്നിധാനത്തേക്കുള്ള യാത്രയിൽ ആദ്യത്തെ ബലി തർപ്പണാദികളും തുടർന്നുള്ള പമ്പാസദ്യയും പമ്പ വിളക്കും എല്ലാം നടന്നത് വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടുള്ള നടപടിക്രമമാണ് ഇന്ന് നടക്കുന്നത്. ഇതിലേറ്റവും രസകരമായ സംഭവം, പമ്പയിൽ വിവിധ തരത്തിലുള്ള അനാചാരങ്ങൾ നടമാടുന്നുണ്ട്. അത് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞതാണ്. അതിലൊരു കൂട്ടം ഇപ്പോൾ നിലവിൽ അത്യപൂർവമായി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു അനാചാരമായിരുന്നു എച്ചിലല തലയിലേറ്റിക്കൊണ്ടുള്ള തുള്ളൽ. ഇതിന് ഏറെ ദുര്യോഗങ്ങളും അനാചാരത്തിൻ്റെ അങ്ങേയറ്റത്തേതും ആയിരുന്നു. യഥാർത്ഥത്തിൽ ഗുരുസ്വാമിമാരെ കുറ്റം പറയാൻ പാടില്ലെങ്കിലും ഇപ്രകാരം ഒരു സംഭവം ഉണ്ടാകുന്നതിന് കാരണഭൂതനായി മാറിയത് ഗുരുസ്വാമിമാരാണ്. തങ്ങളുടെ കൂടെയുള്ള ശിഷ്യഗണങ്ങളെ എല്ലാവരും പമ്പാസദ്യയ്ക്ക് വേണ്ടി ഒരുമിച്ചിരുത്തി ആ പമ്പാസദ്യയിൽ അവരെ ബോധ്യപ്പെടുത്തുകയാണ് അയ്യപ്പസ്വാമി ഏതോ ഒരിലയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗുരുസ്വാമി ഈ എച്ചിലിലകൾ, അതായത് ഇവർ ഭക്ഷണം കഴിച്ച ഇലകൾ ലേലം ചെയ്യാൻ തയ്യാറാവുന്നു. അങ്ങനെ ലേലം ചെയ്യുന്നത് 10,000-ന് മുകളിലേക്കുള്ള തുകയായിട്ടാണ് ഈ ഉള്ളവന് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ലേലം ചെയ്ത കിട്ടുന്ന ആ ലേലത്തിൽ പിടിക്കുന്ന സ്വാമി ഈ പണം ഗുരുസ്വാമിക്ക് നൽകുകയും
അതിനുശേഷം ഇതിൻ്റെ അവകാശം ഉറപ്പിക്കുന്നതും എങ്ങനെയെന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. എല്ലാവരും ഭക്ഷണം കഴിച്ചു, എഴുന്നേറ്റ് കഴിഞ്ഞാൽ 2 പന്തിയിലിരിക്കുന്ന ഇവരുടെ ഇലകളിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ലേലത്തിൽ പിടിച്ച സ്വാമി ഉരുളുകയാണ്. ആ എച്ചിലകൾ ഉരുളാനുള്ള അവകാശമാണ്. അത് അനാചാരം അങ്ങേയറ്റം നിൽക്കുന്ന, അതായത് മറ്റുള്ളവരുടെ ഉച്ഛിഷ്ടത്തിലൂടെ കിടന്ന് ഉരുണ്ടുകൊണ്ട് ആ ഉരുളിച്ച കൊണ്ട് അവസാനിച്ചെങ്കിലും നന്നായിരുന്നു. അതുമല്ല, അതിനുശേഷം വലിയ ഒരു മുണ്ട് വിരിച്ച് ഈ എച്ചിലകൾ മുഴുവൻ വാരി അതിനുള്ളിൽ അടുക്കി അത് ഒരുമിച്ച് കെട്ടിയെടുത്ത് തലയിലേറ്റിക്കൊണ്ട് പമ്പയിൽ പേട്ട തുള്ളുന്നതിന് സമാനമായ ആ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന് വിളിച്ചുകൊണ്ട് ഈ തലയിലേറ്റിയ എച്ചിലില കൂമ്പാരവുമായിട്ട് നൃത്തമാടുന്നു. ആ കൂട്ടത്തിൽ മറ്റു സ്വാമിമാരും കൂടുന്നു. പ്രിയപ്പെട്ടവരെ, അതിലെ വൈഷമ്യം എന്തെന്ന് ചോദിച്ചാൽ, സന്നിധാനത്തേക്ക് വരുന്ന സ്വാമിമാർ, കാനനപ്പാതയിലൂടെ വ്രതശുദ്ധിയോടെ നടന്നു വരുന്ന സ്വാമിമാർ, തലയിൽ ഇരുമുടിക്കേട്ടരുന്തിയ ആ സ്വാമിമാർ വരുമ്പോൾ അവരുടെ കെട്ടിലും അവരുടെ ശരീരത്തും മുഴുവനും ഈ ഉച്ഛിഷ്ടത്തിന്റെ ഭാഗം തെറിക്കുകയും അവരെല്ലാവരും അതിൽ അസഹനീയത കാണിക്കുകയും ചെയ്താലും ഇവരിതിൽ നിന്നും മാറുകയില്ല. പക്ഷേ വളരെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് അതിന് തടസ്സം സൃഷ്ടിക്കാനും അതൊഴിവാക്കാനും സാധിച്ചു. അത്യപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമേ വലിയാനത്താവളത്തിലും പമ്പയിലും ഇപ്പോൾ ഇത് നടക്കുന്നുള്ളൂ. പമ്പയിൽ പ്രധാനമായിട്ടുള്ളത് പമ്പ സദ്യയാണ് എന്ന് പറഞ്ഞു എന്നല്ല ധരിക്കേണ്ടുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പമ്പയിലെ ബലിതർപ്പണാദികളാണ്. പമ്പ എന്ന് പറയുന്നത് വളരെ പുണ്യവത്തായിട്ടുള്ള ഒരു നദിയാണ്. എന്താണ് പമ്പയുടെ പുണ്യത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, സാക്ഷാൽ അയ്യപ്പസ്വാമി തൻ്റെ തിരുവുത്സവം കഴിഞ്ഞ് ആറാടുന്നത് പമ്പയിലാണ്. അതുതന്നെ ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഈ പമ്പ തീരത്ത് നിരവധി മഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പുണ്യവും പമ്പാ നദി പേറുന്നു. അപ്പോൾ തീർത്ഥസ്നാനം എന്നുദ്ദേശിക്കുന്നത് കൊണ്ട് ശബരിമലയിലെ തീർത്ഥസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് പമ്പാ നദിയാണ് എന്ന വസ്തുത നമ്മൾ ഓർമ്മിക്കുക, അറിയുക. പമ്പയിലെ ഈ ഉത്സവാദികളായിട്ട് നമ്മൾ വന്നെത്തിക്കഴിഞ്ഞപ്പോൾ പമ്പയിലെ ബലിതർപ്പണാദികൾ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് കഴിഞ്ഞ കോവിഡ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇതിനെല്ലാം തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ബലിതർപ്പണാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ടിരുന്നു. പമ്പയിൽ ഇറങ്ങാൻ പോലുമുള്ള, കാല് നനയ്ക്കാൻ പമ്പയിൽ ഇറങ്ങാൻ പോലുമുള്ള സൗകര്യമോ അതിനുള്ള അനുവാദമോ നമുക്ക് നിഷേധിച്ചിരുന്നു. ഓർത്തു നോക്കുക, പമ്പയിൽ ഇറങ്ങി കൈകാലുകൾ ശുചി ചെയ്ത് കെട്ടില്ല തീർത്ഥം തളിച്ചിട്ടാണ് സാധാരണ തീർത്ഥാടകൻ മുകളിലേക്ക് കയറി തയ്യാറാവുമായിരുന്നത്. പക്ഷേ ഇത് തടസ്സപ്പെട്ടതോടുകൂടി നമ്മുടെ തീർത്ഥാടനത്തിൻ്റെ ഒരു ഘട്ടത്തിലെ ഏറ്റവും പുണ്യമായ പ്രവൃത്തിയിൽ നിന്നാണ് നമുക്ക് പുറകോട്ടേക്ക് മാറേണ്ടി വരുന്നത്. ആലോചിക്കുക, ഇതിനൊക്കെയാണ് മാറ്റം വരേണ്ടുന്നത്. ആചരണങ്ങളെ ആചരിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടുന്നത് ഭരണകർത്താക്കളുടെ പൂർണ്ണമായ ചുമതലയാണ്. പക്ഷേ അതിന് ദേവസ്വം ബോർഡ് മാത്രം വിചാരിച്ചാൽ പോരാ, അവരെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല. അത് ഗവൺമെൻറ്റും കൂടി അതിനെ തീരുമാനിക്കേണ്ടുന്നതാണ്. അതിലേറ്റവും വലിയ ദുര്യോഗമായി ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ അയ്യപ്പന്മാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നിരവധി ആധ്യാത്മിക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനകളൊക്കെ ഗവൺമെന്റിന്റെ നോട്ടത്തിൽ സംഘികളാണ് എന്ന് പറയുന്നത് കൊണ്ട് അവരെ ആരെയും വിളിക്കുന്നില്ല. ഹിന്ദു എന്ന് മിണ്ടിപ്പോയാൽ, ആചാരങ്ങളെക്കുറിച്ച് അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറഞ്ഞു പോയാൽ അവരെല്ലാം സംഘികളാണ് എന്ന് മുദ്ര കുത്തപ്പെടുമ്പോൾ അവരെ ആരെയും ഇല്ലാതെ ഉള്ള ആളുകളെ വിളിച്ചുകൂട്ടി പുറത്തു നിന്ന് ആരുമില്ലാതെ ദേവസ്വം ബോർഡും ഗവൺമെന്റും വിവിധ വകുപ്പുകളും കൂടിയാണ് വെൽഫെയറിന് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശോചനീയമായ അവസ്ഥ. ഇതിനാണ് മാറ്റമുണ്ടാവേണ്ടുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നിടത്തെല്ലാം ഇതര മതസ്ഥരുടെ ഏത് ഉത്സവം ഗവൺമെന്റ് മുൻകൈയെടുത്ത് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം അവരുടെ സംഘടനകൾ, നിരവധി സംഘടനകളെ അവർ വിളിക്കുമ്പോൾ
ഒരു കാരണവശാലും സനാതന ധർമ്മത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്ന ശബരിമല തീർത്ഥാടന കാലത്തെ ഈ ഒരുമിച്ചുകൂടലിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള, സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സംഘടനകളെ, സന്നദ്ധ സംഘടനകളെ അഥവാ ബഹുജന സംഘടനകളെ ഒന്നും ഭാഗഭാക്കുകളാക്കുകയോ പങ്കാളിത്തം നൽകാൻ തയ്യാറാവുകയോ ചെയ്യാത്തത് ഗവൺമെന്റ് കാണിക്കുന്ന ഏറ്റവും മോശമായ പ്രവൃത്തിയാണ് എന്നതും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ തരമില്ല. എന്തായാലും ഈ തരം പ്രവർത്തനങ്ങൾക്ക് ശേഷം പമ്പയിലെ ആഘോഷങ്ങൾ പൂർത്തിയാക്കി പമ്പാവിളക്ക് എന്ന് പറയുന്ന മനോഹര ദൃശ്യങ്ങളിലും പങ്കുവഹിച്ച് നമ്മൾ മുകളിലേക്ക് കയറാൻ തയ്യാറാവുകയാണ്. അങ്ങനെ തയ്യാറാകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് എവിടെ? ഇന്നത്തെ സാഹചര്യത്തിൽ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തുക എന്ന് പറയുന്നത് ഭഗീരഥ പ്രയത്നം ആവശ്യമുള്ളതാണ്. കാരണം പമ്പയിലേക്ക് നടകെട്ടി ഇറങ്ങിയിരിക്കുന്നിടത്ത് നിന്ന് അവിടെ നിന്നും ആ പടികൾ വഴി കയറുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടാണ്. കാരണം പമ്പ ഏറെ താഴെയാണ്, പടികൾ ഏറെ മുകളിലാണ്. ഏറെ ബന്ധപ്പെട്ട് നമ്മൾ പല സ്ട്രെച്ചുകളായി വരുമ്പോൾ സന്നിധാനത്തേക്ക്, അതായത് പമ്പാ ഗണപതിയുടെ സവിധത്തിലേക്ക് എത്താൻ തയ്യാറെടുക്കുമ്പോൾ ഇടതുവശത്ത് വീരമണികണ്ഠൻ കിടക്കുന്നതായും പന്തളത്ത് രാജാവ് അവിടെ ആ കുട്ടിയെ എടുക്കാൻ തയ്യാറായി നിൽക്കുന്നതായ ഒന്ന് രണ്ട് ശില്പങ്ങളുണ്ട്. ആ ശില്പത്തിൻ്റെ കാര്യം ബഹു കഷ്ടമാണ്. സ്വാമിമാര് മര്യാദാരഹിതമായി പമ്പയിലേക്ക് തിരിച്ചിറങ്ങി വരുന്ന, അതായത് സന്നിധാനത്ത് ദർശനത്തിന് ശേഷം തിരിച്ചിറങ്ങി വരുന്ന സ്വാമിമാർ നേരെ അവിടെ എത്തി തങ്ങളുടെ കഴുത്തിലുള്ള ആ മാല ഊരിയെടുത്ത് നേരെ പന്തളത്തരജന്റെ കഴുത്തിലേക്ക് അണിയിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കുക, നമ്മൾ ഏതു തരത്തിലാണ് മാല ഊരേണ്ടുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാതെ, വ്രതഭംഗം വരേണ്ടുന്നത് എവിടെ വെച്ച് എന്നതിനെക്കുറിച്ച് ബോധ്യമില്ലാതെ തോന്നുന്നപടിയെ ചെയ്യുന്ന ഈ തരം മഹാഭാവം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഇത് മനസ്സിലാക്കണം. ഇത് കാണുന്ന അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ വസ്തുത അങ്ങേയറ്റം പാപപങ്കിലമാണ്. കാരണം ശബരിമല ദർശനത്തിന് വേണ്ടി ധരിച്ച മുദ്ര ഊരാനായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നതും അത് ചാർത്തേണ്ടുന്ന സ്ഥലവും ഒരിക്കലും പമ്പയല്ല. നേരെ എവിടെ നിന്ന് കെട്ടുനിറച്ചോ ആ കെട്ടുനിറച്ച സ്ഥലത്താണ് വന്നെത്തേണ്ടത്. കെട്ടുനിറച്ച സ്ഥലം നമ്മുടെ വീടാണെങ്കിൽ അഥവാ ഏതെങ്കിലും ക്ഷേത്രമാണെങ്കിൽ അതേ ക്ഷേത്രത്തിലെത്തുകയും അവിടെ വെച്ച് കർപ്പൂര ആരതി നൽകി നാളികേര ബലി കൊടുത്ത് അവിടെ നിങ്ങൾ സങ്കല്പപൂർവം അവിടെ സാന്നിധ്യം ഉണ്ടാക്കി കൊടുത്ത അയ്യപ്പസ്വാമിയുടെ ഭൂതഗണത്തിന് മോചനം നൽകി ആ കല്ലിലാണ് നമ്മൾ മാലയൂരി സമർപ്പിക്കേണ്ടുന്നത് എന്നുള്ളത് ഗുരുസ്വാമിമാര് മനസ്സിലാക്കി ശിഷ്യഗണങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടുന്നതാണ്. അതിനു പകരം പന്തളത്തരജന്റെ നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മഹാപാപമാണ് തോന്നുക. കെട്ടുകണക്കിന് തുളസിമാലയും രുദ്രാക്ഷമാലയും അതുപോലുള്ള മാലകളും ധരിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത്. വരുന്നവർ ഒരാൾ ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് വരുന്നവർ അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള ബോധ്യം തീർത്ഥാടകരിൽ ഉണ്ടാവുകയും വേണം. നമ്മളെന്തായാലും പമ്പ ഗണപതി ഭഗവാന്റെ സവിധത്തിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. പമ്പ ഗണപതി എന്നുദ്ദേശിക്കുന്നത് അവിടെ മറ്റൊരു 2 ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. അതിൽ പൂർവിക പാരമ്പര്യമനുസരിച്ചുള്ള ക്ഷേത്രം നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നതാണ് എന്നറിയുക. ആ ക്ഷേത്രത്തിന് പകരം അല്ലെങ്കിൽ ആ ക്ഷേത്രത്തോടൊപ്പം കിളച്ചപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞിട്ടുള്ള മൂലഗണപതി എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസത്തിന് വേണ്ടി വച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സാധനം പണസമ്പാദനത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മൂലഗണപതി. ഒരേ സ്ഥലത്ത് തന്നെ ഒരേ സാന്നിധ്യം തന്നെ രണ്ടായിട്ടുണ്ടാവുക എന്ന് പറയുന്നത് പണസമ്പാദനത്തിന് വേണ്ടിയുള്ള ഒരു മാർഗം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമല്ല എന്ന വസ്തുത ഏവരും ഓർമ്മിക്കുകയും പമ്പയിൽ ആദ്യം നമ്മൾ കാണുന്ന ആ ക്ഷേത്രത്തിൽ തന്നെ അവിടെ ദർശനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരുണത്തിൽ നമുക്ക് പറയാനുള്ളത്. അതിനുശേഷം ദേവിയാണ്. ദേവിയുടെ സമീപത്തെത്തുന്നു, ദേവി ദർശനം നടത്തുന്നു. പിന്നെ ശ്രീരാമചന്ദ്രസ്വാമിയെ കാണുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദർശനത്തിന് ശേഷം
ഹനുമൽ സ്വാമിയുടെ ദർശനം ലഭിക്കുന്നതോടുകൂടി നമുക്ക് പമ്പയിലെ സൗഭാഗ്യങ്ങൾ പൂർത്തിയാവുകയാണ്. ഹനുമൽ ദർശനത്തോടുകൂടി നമുക്ക് മുന്നോട്ടേക്ക് ഗമിക്കാനുള്ള അവകാശം ലഭിച്ചു. പക്ഷെ 2 സ്ഥലങ്ങൾ കൂടി അവിടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്നാമത്തേത് രാമായണ കാലഘട്ടത്ത് പ്രശസ്തമായിട്ടുള്ള ഋഷ്യമൂകാചലം എന്ന് പറയുന്ന പർവ്വതം പമ്പയിലാണ്. ആ പർവ്വതത്തിൻ്റെ താഴെ വശത്താണ് ശ്രീരാമപാദം എന്ന് പറയുന്ന സ്ഥലവും. ഈ ഋഷ്യമൂകാചലത്തിൽ ഇരുന്ന പഞ്ചവാനരന്മാരുടെ, അതായത് സുഗ്രീവനും 4 വാനരപ്രമുഖരും, ഹനുമാൻ ഉൾപ്പെടെ 4 പ്രമുഖരും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നവരുടെ മടിയിലേക്കാണ് സീത തൻ്റെ ആഭരണങ്ങൾ പൂർണ്ണമായിട്ടും എടുത്ത് രാവണൻ കാണാതെ ഇട്ടുകൊടുത്തത്. അന്നൊരു ആശീർവാദവും ആ ആഭരണങ്ങൾക്ക് കൊടുത്തു. എപ്പോൾ ശ്രീരാമചന്ദ്രൻ കാണുന്നതോ അതുവരത്തേക്കും നിങ്ങൾക്ക് ആ ചൈതന്യം നിലനിൽക്കട്ടെ എന്ന് ആശീർവദിച്ചാണ് സീതാദേവി ഈ ആഭരണങ്ങൾ അങ്ങോട്ടേക്ക് ഇട്ടുകൊടുത്തത്. എന്തായാലും ദേവിയുടെ ആഗ്രഹം അതേപടി സാധിച്ചു. ശ്രീരാമചന്ദ്ര ലക്ഷ്മണന്മാർക്ക് ഈ ആഭരണങ്ങൾ കാണാനിടയായി. സീതാദേവിയുടെ പാദുകം കണ്ടതോടുകൂടി, പാദസരം കണ്ടതോടുകൂടി, പാദുകമല്ല പാദസരം കണ്ടതോടുകൂടി യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഇത് ജ്യേഷ്ഠത്തിയുടെ ആഭരണങ്ങൾ തന്നെയാണ്. ഇത് ജ്യേഷ്ഠത്തിയുടെ പാദങ്ങളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നത്. ദിവസവും അടിയൻ പാദക്ഷാളനം ചെയ്ത് പാദനമസ്കാരം നടക്കുമ്പോൾ കാണാറുള്ളതാണ്. അതുകൊണ്ട് ഉറപ്പായി പറയാം, ഇത് അമ്മയുടേത്, ദേവിയുടേതായതുകൊണ്ട് ഇതിനോടൊപ്പമുള്ള മറ്റാഭരണങ്ങളും സംശയിക്കേണ്ട, ദേവിയുടേത് തന്നെ. ഈ തരത്തിൽ ചരിത്രപ്രസിദ്ധമായ എന്നതിനേക്കാൾ ഉപരി പുരാണപ്രസിദ്ധമായ ആ സ്ഥലവും 2ഉം പമ്പയിലുണ്ട്. ഒന്നാമത്തേത് ശ്രീരാമപാദം, രണ്ടാമത്തേത് ഋഷ്യമൂകാചലം. ഇത് 2ഉം ഉള്ളപ്പോൾ കാണാൻ പോവുക, ദർശനം നടത്തുക, സൗഭാഗ്യം തേടുക. നമ്മൾ നേരെ സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. പമ്പയിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ എവിടെ എത്തും? പമ്പയിൽ നിന്ന് പുറപ്പെട്ട് താഴേക്കിറങ്ങി ഇവര് തയ്യാറാക്കി വെച്ചിട്ടുള്ള തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് നമ്മൾ നീലിമലയുടെ ചുവട്ടിലെത്തുന്നു. അവിടെ ഒരു കർപ്പൂരാരതി കൊടുത്ത് ആ സമയത്ത് ഒന്ന് നേരെ മുകളിലേക്കൊരു വഴി പോകുന്നു, വലതുവശത്തേക്കൊരു വഴി പോകുന്നു. ഈ വലതുവശത്തേക്ക് പോകുന്ന വഴി എന്നുദ്ദേശിക്കുന്നത്, അറിയുക, ആ വഴി 2ാമത് നിർമ്മിച്ചതാണ്. സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചു. ആ സിനിമ നിർമ്മിച്ച ആള് എല്ലാവർക്കും അറിയാം, പി സുബ്രഹ്മണ്യം, മെറിലാൻഡ് സ്റ്റുഡിയോ. അവരാണ് ഈ സ്വാമി അയ്യപ്പൻ റോഡ് നിർമ്മിച്ചത്. സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച ലാഭം പൂർണ്ണമായിട്ടും അയ്യപ്പസ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടാണ് സ്വാമി അയ്യപ്പൻ റോഡ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നിർമ്മിക്കപ്പെട്ട സ്വാമി അയ്യപ്പൻ റോഡ് ചെന്നെത്തി നിൽക്കുന്നത് ശരംകുത്തിയുടെ താഴെ വശത്തും ശബരിപീഠത്തിൻ്റെ അപ്പുറത്തുമായിട്ടാണ്. അല്ലെങ്കിൽ മരക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് കാനനപ്പാതയിലൂടെ അഥവാ നീലിമല ചവിട്ടി വരുന്ന ആ വഴിയുമായി സന്ധിക്കുന്നു. അതിനപ്പുറത്തേക്ക് കടന്നാൽ വീണ്ടും പാത 2ആയി തിരിയുന്നു. ആ 2ആയി തിരിയുന്നതിൽ വലതുവശത്തേക്കുള്ള പാത പോകുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാനനപ്പാതയുടെ ബാക്കിയും, താഴെ കൂടി പോകുന്ന റോഡ് 2ാമത് തയ്യാറാക്കിയതുമാണ്. ആ റോഡിൻ്റെ പേര്, പഴയ ഒരു ദേവസ്വം ബോർഡ് മെമ്പറുണ്ട്, ചന്ദ്രാനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ചന്ദ്രാനന്ദൻ്റെ പേരിനോട് അദ്ദേഹം തന്നെ തയ്യാറാക്കിയ റോഡായതുകൊണ്ട് ആ റോഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ചന്ദ്രാനന്ദൻ റോഡ് എന്നാണ് അതിൻ്റെ പേര്. മുകളിലൂടെയുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാനനപ്പാത എന്നറിയുക. മുകളിലൂടെയുള്ള ആ റോഡിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ശബരിപീഠത്തിലും ശരംകുത്തിയിലുമാണ്. അതിൽ ശബരിപീഠത്തിൻ്റെ കാര്യമാണ് ആദ്യം പറയേണ്ടത്. നമ്മൾ നീലിമലയാണ് കയറി വരാൻ തയ്യാറെടുക്കുന്നത്. നീലിമല കയറുന്നു. നീലിമലയിലെ 1ാമത്തെ സ്ട്രെച്ച്, അതായത് അതിൻ്റെ മുകൾ പരപ്പിലെത്തി അവിടെ നിന്നും അടുത്ത പടി ആരംഭിക്കുകയാണ്. ആ നീലിമല കയറ്റം കഠിനമാണ്, അത് സമ്മതിക്കുന്നു.
പക്ഷേ രണ്ടാമത്തെ സ്ട്രെച്ച് വരുന്നത് ഒരു മലയുടെ ഏറ്റവും തുനിച്ചിൽ കൂടി അല്ലെങ്കിൽ നെറുകയിൽ കൂടിയാണ്. ഇരുവശവും അഗാധമായ കൊക്കകളാണ്. ആ കൊക്ക രണ്ടും അറിയപ്പെടുന്നത് അപ്പാച്ചിമേട്, ഇപ്പാച്ചിമേട് എന്നുള്ളതിന് അപ്പാച്ചിക്കുഴി, ഇപ്പാച്ചിക്കുഴി എന്ന രണ്ട് കുഴികളായിട്ടാണ് അറിയപ്പെടുന്നത്. നിരവധി ക്ഷുദ്രജീവികൾ വസിക്കുന്ന ഈ കുഴികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന അരിയുണ്ട എറിയുന്ന വഴിപാട് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ സാഹചര്യത്തിൽ തീർത്ഥാടകർ ആയി വരുന്നവർ മുഴുവനും അവരവരുടെ വീടുകളിൽ നിന്നും അരി വറുത്തു പൊടിച്ച് കൊണ്ടുവരുന്നതാണ് അത്യുത്തമം. ഇവിടെ ചാക്ക് കണക്കിന് ഉണ്ടകളുമായി കാത്തിരിക്കുന്നവർ നമുക്ക് ഉണ്ടകൾ തരാൻ തയ്യാറായി വഴിയരിയിൽ ഇരിപ്പുണ്ട്. പക്ഷെ അതെന്ത് സാധനമാണ് എന്നതിനെക്കുറിച്ച് അവർക്കും നിശ്ചയമില്ല, നമുക്കും നിശ്ചയമില്ല. അത് ജീവികൾക്ക് ആഹരിക്കാനുള്ളതാണ് എന്ന പ്രഥമ വസ്തുത ഞാൻ വ്യക്തമാക്കട്ടെ. അതിനോടനുബന്ധമായി മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കാം. ഇത് അനാചാരമാണെന്ന് പറയുന്ന ചിലര്, ആഹാരം നൽകുന്നത് ശരിയാണെങ്കിലും ഈ കാണിക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന ചിലര്. പക്ഷെ ഇവിടെ മറ്റൊരു വിശ്വാസവുമായിട്ട് ഇതിനെ നമുക്ക് ബന്ധപ്പെടുത്തി കാണാം. പാലക്കാട് പ്രദേശങ്ങളിലേക്ക് ചെന്നാൽ മിക്കവാറുമുള്ള വീടുകളുടെ മുമ്പിൽ പ്രത്യേക തരത്തിലുള്ള കളങ്ങൾ രചിച്ചിരിക്കുന്നതായി കാണാം. അതിന് പേര് പറയുന്നത് കോലം വരയ്ക്കുക അല്ലെങ്കിൽ ആ കോലം എഴുതുക എന്നാണ് പറയുന്നത്. അതിനുപയോഗിക്കുന്നത് ശുദ്ധമായ അരിപ്പൊടിയാണ്. ശുദ്ധമായ അരിപ്പൊടിയിൽ കലാരൂപത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഈ വസ്തുതകൾ അത് ഒരു ദിവസം മുഴുവനും രാവിലെ കുളി കഴിഞ്ഞു വരുന്ന വീട്ടിലെ ഒരു അമ്മയാണ് ഈ കർമ്മം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഈ കർമ്മത്തിൽ ഉപയോഗിക്കുന്ന അരിപ്പൊടി പിറ്റേ ദിവസം രാവിലെ അവിടെ ശുചിയാക്കാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വര മാത്രമായിരിക്കും. അതിലൊരു അരിത്തരി പോലും കാണാൻ കഴിയില്ല. അത് എവിടെ പോകുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ കാണാൻ സാധിക്കുന്നത് ഷഡ്പദങ്ങൾ ദൂരെ നിന്ന് പോലും വന്ന്, ഉറുമ്പുകൾ മാത്രമല്ല വിവിധ തരത്തിലുള്ള അറുകാലികൾ, അതായത് വിവിധ തരത്തിലുള്ള ഷഡ്പദങ്ങൾ, വിട്ടിലാവാം, പുൽച്ചാടിയാവാം, അതുപോലെയുള്ളവ വന്ന് ഈ ചെറിയ അരിമണികൾ പെറുക്കിയെടുത്തുകൊണ്ട് പോകുന്നതും ചെറിയ ചെറിയ കുരുവികൾ വന്ന് പക്ഷികൾ കൂടി ഇതിൻ്റെ അകത്ത് ഭാഗഭാക്കാകുന്നതും നമുക്ക് കാണാം. വീടിന് ഭംഗിയുണ്ടാക്കുക എന്നുള്ള നിലയിലല്ല ഈ കോലം വരയ്ക്കുന്നത് എന്ന് ആദ്യം അറിയുക. അത് ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായിട്ടാണ് കാണുക. അതോടൊപ്പം തന്നെ ഈ കോലം ഇതര ജീവികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഭക്ഷണം ആണ് എന്നുള്ളതും കൂടി അറിയുക. അതിനനുസരിച്ചിട്ട് തന്നെയുള്ള ഒരു ചടങ്ങാണ് നമ്മൾ അപ്പാച്ചിമേടിൽ ചെയ്യുന്ന അരിയുണ്ടയേറ് എന്ന് പറയുന്ന വഴിപാട്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ പവിത്രത പൂർണ്ണമാകുന്നത്. അപ്പാച്ചിക്കുഴിയിലെയും ഇപ്പാച്ചിക്കുഴിയിലെയും ക്ഷുദ്രജീവികൾ, ഈ പറഞ്ഞ ഷഡ്പദങ്ങൾ കരയിൽ കയറി വന്ന് അയ്യപ്പന്മാരുടെ സ്വൈരവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കുന്നതിനു വേണ്ടി അവർക്ക് വേണ്ടി നാം നൽകുന്ന ഭക്ഷണ പദാർത്ഥമാണ് ഈ ഉണ്ടയേറ് എന്ന വഴിപാടിലൂടെ നമ്മൾ പൂർത്തിയാക്കുന്നത് എന്നറിയണം. ശബരിമലയിൽ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിനും ഏതൊരു പ്രവൃത്തിക്കും അതിനടിസ്ഥാനമുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഐതിഹ്യം നമുക്ക് വ്യക്തമാക്കാനും സാധിക്കും എന്നറിയുക. ഈ ഉണ്ടയേറിന് ശേഷം നമ്മൾ ചെന്ന് കയറുന്നത് ശബരിപീഠം സമതലത്തിലേക്കാണ്. ആ ശബരിപീഠത്തിലാണ് രാമായണ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശബരിമാത തപസ് ചെയ്തത്. ഓർക്കുക, ലോകപ്രസിദ്ധമായ ശബരിമല എന്ന പേര് തന്നെ അവിടെ സംജാതമാകുന്നത് ഈ ശബരിപീഠത്തിൽ നിന്നാണ്. ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാന്വേഷണത്തിന് തയ്യാറായി വന്ന് ശബരിപീഠത്തിലെത്തുമ്പോൾ ശ്രീരാമചന്ദ്ര ദർശനത്തിലൂടെ സായുജ്യം നേടാൻ തയ്യാറായ ശബരിമാതാവ് തൻ്റെ ശരീരം ത്യജിച്ച സ്ഥലമാണ് ശബരിമല എന്നുകൂടി അറിയുക. ശബരിമലയിൽ അന്തർധാരയായി നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന, ഇന്ന് പൂർണ്ണമായിട്ടും മൂടിയിട്ടിരിക്കുന്ന, അതായത് കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് മൂടിയിട്ടിരിക്കുന്ന ഭസ്മക്കുളം ഇതിനോടനുബന്ധമായിട്ടുള്ളതാണ്. ശബരിമാത തൻ്റെ ജീവൻ വെടിയാൻ തയ്യാറായത്, യോഗാഗ്നിയിൽ ലയിക്കാൻ തയ്യാറായത്, യോഗാഗ്നിയിൽ ലയിച്ചത് ശ്രീരാമചന്ദ്ര പാദാന്തികത്വത്തിൽ വെച്ചാണ്. അത് നമ്മൾ മറക്കേണ്ട.
അപ്പോൾ രാമായണ കാലഘട്ടം പോലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ശബരിപീഠം എന്ന വസ്തുത വ്യക്തമാക്കാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ഇവിടെ ശബരിമാതാവിൻ്റെ മുൻപിൽ ശബരിമാതാവ് തപസ് ചെയ്തിരുന്ന ഭൂമിയിൽ നമ്മൾ കർപ്പൂര ആരതി നൽകി അതോടൊപ്പം തന്നെ ഒരു നാളികേര ബലി കൊടുത്താണ് മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നാം ചെന്ന് മരക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്തെത്തിച്ചേരുന്നത്. ഈ മരക്കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി താഴെ നിന്നും വരുന്ന സ്വാമി അയ്യപ്പൻ റോഡ്, നീലിമല കയറി വരുന്ന പരമ്പരാഗത പാത, അതേപോലെ തന്നെ അവിടെ നിന്നും ആരംഭിക്കുന്ന ചന്ദ്രാനന്ദൻ റോഡ്, അതേപോലെ തന്നെ മറ്റ് കാനനപ്പാതയുടെ ബാക്കിയായിട്ടുള്ള ശരംകുത്തി റോഡ്, ഈ വഴി നാലും സന്ധിക്കുന്ന സ്ഥലമാണ് മരക്കൂട്ടം. യഥാർത്ഥത്തിൽ ഈ മരക്കൂട്ടത്തിൽ വലിയ മരങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്താതെ, അവ ഒന്നുപോലും നശിപ്പിക്കാതെ സമതലമായി ഏകദേശം കിടക്കുന്ന ഒരു 30-35 ഏക്കർ ഭൂമി നമുക്കവിടെ കണ്ടെത്താനായി സാധിക്കും. അങ്ങനെ കണ്ടെത്താൻ സാധിക്കുന്ന ഭൂമി ആവശ്യമായ വികസനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശബരിമലയ്ക്ക്, അതായത് 18-ാം പടിക്ക് തൊട്ടടുത്തുള്ള ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുന്നതായ ഒരു സ്ഥലം എന്ന നിലയിൽ മരക്കൂട്ടം വികസിപ്പിച്ചാൽ ഇവിടെ നിന്നും പ്രത്യേകം നിഷ്കർഷയോടുകൂടി തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് അയക്കാനും സാധിച്ചാൽ ശബരിമലയിലുള്ള തിരക്ക് ഒരു വലിയ തരത്തിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടെ ആകെ നമുക്ക് വേണ്ടുന്നത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള വലിയ വാട്ടർ ടാങ്ക് വേണം. ആ വാട്ടർ ടാങ്കിലേക്കുള്ള ജലം പമ്പയിൽ നിന്ന് അടിച്ചു കയറ്റി കൊണ്ടുവരുന്നതിനു പകരം നേരെ കുന്നാർ അണക്കെട്ടിൽ നിന്ന് ആ ജലം എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പാട് ചെയ്യേണ്ടി വരും എന്നത് മാത്രം. എന്നാൽ അവിടെ ഏകദേശം ഒരു 50,000 പേരോളം അവിടെ ഒരുമിപ്പിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അവർക്കുള്ള വിശ്രമ കേന്ദ്രമാക്കി 18-ാം പടിക്ക് സമീപമുള്ള ഏറ്റവും അടിസ്ഥാന വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ മരക്കൂട്ടം വികസിപ്പിക്കുന്നതിന് സാധിക്കും. ഒരൊറ്റ മരം പോലും വെട്ടാതെ അത് ചെയ്യാനും സാധിക്കും. പക്ഷെ അതിന് വേണ്ടുന്നത് നിശ്ചയദാർഢ്യമുള്ള ഭരണ സംവിധാനമാണ്. ഇവിടെ നമ്മളൊരു വസ്തുത അറിയേണ്ടുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ സമയം എന്ന് പറയുന്നത് 2 വർഷമാണ്. ആ 2 വർഷത്തെ ഭരണത്തിന് വേണ്ടി തയ്യാറാകുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ശുഷ്കാന്തി ഉണ്ടാവുകയുള്ളൂ: പരമാവധി മരാമത്ത് പണികൾ ചെയ്യുക. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ കാലത്ത് ചെയ്ത പണികൾ പൊളിച്ചു മാറ്റുക, വീണ്ടും അതുപോലെ തന്നെ നിർമ്മിക്കുക. ഈ നിർമ്മിതിയിൽ കൂടി മാത്രമേ എന്തെങ്കിലും തടയുകയുള്ളൂ. പരസ്യമായി പറയുന്നതിന് വിഷമമുണ്ട്, എങ്കിൽ പോലും ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുത തുറന്നു പറയാതിരിക്കാൻ തരമില്ല. രണ്ടാമത്തേത് ഗവൺമെന്റാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലം എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പൊ 2.5 ദേവസ്വം ബോർഡിന്റെ കാലം സമം ഒരു ഗവൺമെന്റ് കാലം. ഈ കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടി രണ്ടാമത്തെ ദേവസ്വം ബോർഡ് ചെയ്യുന്ന പ്രവൃത്തി ആയിരുന്നാൽ പോലും മൂന്നാമത് വരുന്ന ദേവസ്വം ബോർഡ് ഇതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പൊ വേണ്ടുന്നത് ഈ 2 വർഷം പഴക്കമുള്ള ദേവസ്വം ബോർഡിനും ഗവൺമെന്റിനും എതിരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനം കൂടി ചിന്തിക്കേണ്ടുന്നത് സമയം കഴിഞ്ഞിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഇതിനാരും തയ്യാറില്ല. എല്ലാവർക്കും വേണ്ടുന്നത് ദേവസ്വം ബോർഡിലെ അംഗത്വവും ദേവസ്വം ബോർഡിലെ പ്രവർത്തനങ്ങളും മാത്രമാണ്. ഈ വസ്തുത വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇവിടെ മരക്കൂട്ടത്ത് ആ തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് തയ്യാറാകുമെന്ന് വിശ്വസിക്കാൻ തരമില്ല. ഇവിടെ നിന്നും മരക്കൂട്ടത്തിൽ നിന്നും നമ്മൾ മുമ്പോട്ടേക്ക് പോയാൽ, നേരെ മാർഗത്തിലൂടെ പോയാൽ ചെന്നെത്തിച്ചേരുന്ന സ്ഥലമാണ് ശരംകുത്തി. ഈ ശരംകുത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ മറ്റൊരു അനാചാരം കൂടി ഒന്ന് വ്യക്തമാക്കിയിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. ശബരിപീഠത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശരം വിൽക്കുന്ന സ്ഥലം എന്ന് എഴുതി വച്ചിരിക്കുന്നു. അത് ഏറ്റവും അനാചാരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കാരണം ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരേണ്ടുന്നത്?
ശരം കൊണ്ടുവരേണ്ടുന്നത് എരുമേലിലെ പേട്ട സ്ഥാനത്ത് നിന്നും എരുമേലിൽ പേട്ട തുള്ളിയതിന് ശേഷമുള്ള തങ്ങളുടെ കയ്യിലുള്ള ഒരു ശരക്കോലാണ് കൊണ്ടുവരേണ്ടുന്നത്. അതിനു പകരം നേരെ ഇവിടെ വന്ന് ശബരിപീഠത്തിൽ നിന്ന് ഒരു ശരക്കോല് വാങ്ങിച്ച് ശബരിപീഠത്തിൽ സമർപ്പിക്കുക എന്നത് ആർക്കോ വേണ്ടിയുള്ള ഒരു വഴിപാട് എന്നതിൽ കവിഞ്ഞ് അതിൽ അല്പം പോലും ആത്മാർത്ഥത നമുക്ക് കാണാനായി സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത് ആചാരവിരുദ്ധമാണ്. കൊണ്ടുവരേണ്ടുന്നത് ഓരോ സ്വാമിമാരും മനസ്സിലാക്കുക, ഒരു കാരണവശാലും അത് ശബരിപീഠത്തിൽ നിന്ന് വാങ്ങുന്നതിൽ അർത്ഥശൂന്യമായ ഒരു നടപടി എന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ. ആ സാധനം ശരക്കോൽ കൊണ്ടുവരേണ്ടുന്നത് എരുമേലിൽ നിന്നാണെന്നുള്ള വസ്തുത പൂർണ്ണമായിട്ടും ഗ്രഹിക്കുക. അങ്ങനെ നമ്മൾ ശരംകുത്തിയിലേക്ക് യാത്ര തുടരുകയാണ്. ശരംകുത്തിയിൽ എത്തുമ്പോൾ ശരംകുത്തിയാലിനെ പ്രദക്ഷിണം ചെയ്ത് ഈ ശരക്കോൽ അവിടെ സമർപ്പിക്കുന്നതോടുകൂടി നമുക്ക് എരുമേലിൽ നിന്നും കൊണ്ടുവന്ന ആ ഒരു സാധനം അവിടെ ഭഗവത് സ്വരൂപത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ ശരംകുത്തിയിൽ ശരം സമർപ്പിച്ച് കഴിയുമ്പോൾ മാത്രമാണ് പേട്ടകെട്ടുമായി നമുക്കുണ്ടായിരുന്ന ബന്ധം അവസാനിക്കുന്നത് എന്ന് ഓരോ തീർത്ഥാടകനും മനസ്സിലാക്കുക. ഇവിടെ നിന്നും മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ, മുന്നോട്ടേക്കുള്ള യാത്രയിൽ നമ്മുടെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് 18-ാം പടിയുടെ സമീപത്തേക്കുള്ള യാത്രയാണ്. 18-ാം പടിയുടെ സമീപത്ത് ചെന്നെത്തി 18-ാം പടിയുടെ മാഹാത്മ്യം അനാവരണം ചെയ്യപ്പെടാൻ പോകുന്നത് 13-ാമത് എപ്പിസോഡിലാണ്. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.